ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഉണ്ട്, സ്വാഗതം പറയൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നോമ്പ് റമദാനൊക്കെ ഇങ്ങ് അടുത്തു. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ക്ലീനിങ് പരിപാടിയായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാഴ്ചയും കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ സമയത്തിന് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീടും ക്ലീനാവും. നമ്മുടെ നോമ്പിനെ വരവേൽക്കാനുള്ള എന്നും ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള ഡീപ്പ് ക്ലീൻ, ഇത്രയും ഡീപ്പ് ക്ലീൻ ആയിട്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ ചെയ്യാറുള്ളൂ ഇങ്ങനെ നോമ്പ് വരുന്ന ടൈമിൽ. അപ്പോൾ എന്താ നോമ്പിനെ നമ്മൾ വെൽക്കം ചെയ്യണ പോലെ ആവും. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീട്ടിനകത്തുള്ള പണികളൊക്കെ നോക്കുവാണ്. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കർട്ടൻസും സോഫ കവറും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വാഷിങ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനത് ഡ്രെയിൻ ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് വെള്ളം അടിച്ചു കൊടുക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ആ ഡ്രെയിൻ ഓപ്ഷൻ മാറ്റാതെയാണ് വെള്ളം തുറന്ന് വിട്ടത്. കുറച്ച് വെള്ളമൊക്കെ അങ്ങ് പുറത്തു പോയി. പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ വന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സെക്കൻഡ് വാഷിന് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഇതിലിട്ട് വാഷിനിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ടൈം ആകുമ്പോൾ സ്റ്റോപ്പ് ആയിക്കോളുമല്ലോ. അപ്പോൾ നമുക്കിനി ബാക്കി പണികൾ നോക്കാൻ അകത്തേക്ക് പോവാം. ക്ലീനിങ് പരിപാടിയാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഷെയ്ഡിലുള്ളത് അതേ സ്ഥലത്ത് നമ്മൾ ഷെയ്ഡിലുള്ളത് പൊടിയടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തൂത്ത് ഈ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് ഈ സാധനം തന്നെ അവിടെ നമ്മൾ വെക്കുന്നതായിരിക്കും. ഫോൺ എടുത്തിട്ട്
കല്യാണത്തിന് ഉപയോഗിച്ച ബാഗാണ് കേട്ടോ. കംപ്ലീറ്റ് പൊടി എടുത്തിട്ട് തന്നെ ഒരു വർഷത്തിൽ കൂടുതലാണ്. വേറെ യൂസൊന്നും ഇല്ല ഇതിന്. ഇത് അന്ന് ഉപയോഗിച്ചിട്ട് വെച്ചതാണ്. കംപ്ലീറ്റ്, കാരണം നമ്മൾ റോഡ് സൈഡിൽ പോലും അല്ല കേട്ടോ കിടക്കുന്നത്, എന്നിട്ടും ഇത്രയും പൊടിയാണ് ഇവിടെ. അപ്പോൾ റോഡ് സൈഡിൽ താമസിക്കുന്നവരുടെ കാര്യം എന്ത് കഷ്ടമായിരിക്കുമല്ലേ. കഴിഞ്ഞ നോമ്പിൻ്റെ തുടക്കത്തെ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ജലദോഷവും കഫമൊക്കെ കൂടിയിട്ട്. അപ്പോൾ അന്ന് നെബുലൈസ് ചെയ്ത മാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വരുവാണെങ്കിൽ യൂസാക്കാമെന്നും പറഞ്ഞ് വെച്ചതാണ്. ഇനിയിപ്പോൾ യൂസാക്കുന്നില്ല, കളയുവാണ് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. അപ്പം നമ്മൾ റമദാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു 1:30 മണിയായി. ഉമ്മയുടെ വീട്ടിലോട്ട് പോകാൻ, ഇത് കാടൊന്നുമല്ല, വീട്ടിലോട്ട് പോകാനുള്ള വഴി തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്.